നാഷണൽസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കേരള ടീമിന് വേണ്ടി ജേഴ്സി കിട്ടപ്പോഴെല്ലാം അങ്ങനെ ഒരു ഗെയിമുള്ള കാര്യം പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഫസ്റ്റ് നാഷണൽസിൻ്റെ ഭയങ്കര തണുപ്പായിരുന്നു, കൈക്കൊന്നും ബോൾ കൊള്ളുന്നേ ഉണ്ടായില്ല. പിന്നെ ഫൈനലെത്തി, ഞങ്ങൾ ഗോൾഡ് മെഡൽ അടിച്ചു, അതും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്നെ എപ്പോഴും സാർ അവരുടെ കൂടെ ഇട്ട് പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ തുടർന്ന് നാഷണൽസൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവരോടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് അതും ഭയങ്കര ഒരു അഭിമാനമുള്ള നിമിഷമായിരുന്നു. ഇന്ത്യയുടെ ജേഴ്സി, ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മുടെ ജേഴ്സിയിൽ വരുമ്പോഴുള്ള ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ കേരള പോലീസ് എന്ന ടീമിലേക്ക് ഉള്ള ട്രയൽസ് വന്നതും ഞാൻ അതിനിറങ്ങുന്നതും. എന്നെ ആദ്യം മുതലേ ഞാൻ അറ്റാക്കർ പൊസിഷനിൽ തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സാറിന് അത് ഭയങ്കര കോൺഫിഡൻസ് ആയതുകൊണ്ട് എന്നെ വേറെ ഒന്നിലേക്കും ചേഞ്ച് ചെയ്യാതെ അതിനകത്ത് എന്നെ നിർത്തി. ഇഞ്ചുറിക്ക് ശേഷം വന്ന് കളിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇതിനോടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എവിടെയും എത്തപ്പെടാതെ പോകത്തില്ല, അത് ഉറപ്പാണ്. ഞാൻ വോളിബോളിലേക്ക് തുടങ്ങിയ ആദ്യം അത്ലറ്റിക്സ് ആയിരുന്നു. അതിനകത്തുനിന്ന് വോളിബോൾ കോച്ച് കണ്ടിട്ടാണ് എന്നെ വോളിബോളിലേക്ക് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പയ്യെ കളിച്ച് വരികയായിരുന്നു. എനിക്ക് വോളിബോൾ വലുതായിട്ട് അപ്പം അറിയില്ലായിരുന്നു. ഓട്ട മത്സരത്തിലായിരുന്നു കൂടുതലായിട്ടും പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഞാൻ 7ാം ക്ലാസ് വരെ അത്ലറ്റിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് മുതൽ വോളിബോളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ആദ്യത്തെ കോച്ച് അമീറുദ്ദീൻ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അമീർ സാറാണ് എന്നെ വോളിബോൾ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ഗെയിമുള്ള കാര്യം പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം തൊട്ടേ എല്ലാം എന്നെ പഠിപ്പിച്ച് ഓരോ ലെവലിലേക്ക് എത്തിച്ചത് സാറായിരുന്നു. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ സ്കൂൾ നാഷണൽസ് പോകാൻ പറ്റി. തുടർന്ന് എല്ലാം കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ സാറ് നല്ല കോൺഫിഡൻസ് ഒക്കെ തന്നതുകൊണ്ട് നന്നായി കളിക്കാൻ പറ്റി. എന്നാലും ആദ്യം നാഷണൽസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കേരള ടീമിന് വേണ്ടി ജേഴ്സി കിട്ടപ്പോഴെല്ലാം ഭയങ്കര ഒരു അഭിമാനം തോന്നി. ഒന്നും ആ കളീനെ കുറിച്ച് അറിയാതെ തന്നെ ആ കളിയിലേക്ക് വന്നപ്പം നാഷണൽസ് പോകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ആദ്യത്തെ സ്കൂൾ നാഷണൽസ് ഞാൻ പോയത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് നാഷണൽസിൻ്റെ ഭയങ്കര തണുപ്പായിരുന്നു, കൈക്കൊന്നും ബോൾ കൊള്ളുന്നേ ഉണ്ടായില്ല. കൈയൊക്കെ ഇങ്ങനെ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ കളിക്കാൻ പറ്റി. ഫസ്റ്റ് നാഷണൽസ് പോയി. അപ്പം ഒന്നും അറിയില്ല, കളിച്ച് നല്ല എല്ലാവരും അത്യാവശ്യം തമിഴ്നാട് അത്യാവശ്യം നല്ല ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം വലിയ ടീമുകളൊന്നുമില്ല. അവസാനമൊക്കെ പിന്നെ ഫൈനലെത്തി, ഞങ്ങൾ ഗോൾഡ് അടിച്ചു, അതും ഭയങ്കര സന്തോഷമായി. ആദ്യത്തെ നാഷണൽസ് തന്നെ പോയിട്ട് വിൻ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞാൻ സ്പോർട്സ് ഡിവിഷനിലായിരുന്നു ആദ്യം 8ാം ക്ലാസ് തൊട്ട് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് 3 കോട്ടുണ്ടായിരുന്നു. ആദ്യം പഠിച്ചു വരുന്നവർ, രണ്ടാമത്തത് ഒരു മീഡിയം പ്ലെയർ ആകുമ്പോഴത്തേക്ക് ആ കോട്ടിൽ കയറ്റും. പിന്നെ മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ പ്ലെയേഴ്സാണ്. അപ്പോൾ എന്നെ എപ്പോഴും സാർ അവരുടെ കൂടെ ഇട്ട് പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ തുടർന്ന് നാഷണൽസൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവരോടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടർന്നുള്ള എല്ലാ നാഷണൽസുകളും കളിക്കാൻ പറ്റി. മുന്നോട്ട് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ പറ്റി. നല്ലോണം കളിക്കാൻ പറ്റി. എന്നെ ആദ്യം മുതലേ ഞാൻ അറ്റാക്കർ പൊസിഷനിൽ തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സാറിന് അത് ഭയങ്കര കോൺഫിഡൻസ് ആയതുകൊണ്ട് എന്നെ വേറെ ഒന്നിലേക്കും ചേഞ്ച് ചെയ്യാതെ അതിനകത്ത് എന്നെ നിർത്തി. എന്നെ ഒരു ക്യാപ്റ്റനായി ടീമിൻ്റെ അപ്പോൾ സാറ് എനിക്ക് അതിനകത്ത് ഒരുപാട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ ഇൻ്റർനാഷണൽ പോകുന്നത് 2018 +2 പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ മാച്ച്. അതിന് മുന്നേ എനിക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ +2 2018 വിയറ്റ്നാമിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതും ഭയങ്കര ഒരു അഭിമാനമുള്ള നിമിഷമായിരുന്നു. ഇന്ത്യയുടെ ജേഴ്സി, ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മുടെ ജേഴ്സിയിൽ വരുമ്പോഴുള്ള ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. നന്നായി കളിക്കാൻ പറ്റി. പിന്നെ ഇന്ത്യക്ക് 8ാമത്തെ പൊസിഷനായിരുന്നു ഉണ്ടായിരുന്നത്.
എന്നാലും അഭിമാനമായിരുന്നു. ടീമിൽ മലയാളികളുണ്ടായിരുന്നു, ഒരു 6-8 പേരുണ്ടായിരുന്നു മലയാളികൾ. അതിനുശേഷം കോളേജ് ലെവലിലേക്ക് പോയപ്പോഴത്തേക്കും കുറച്ചൊന്ന് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റോപ്പായി പോയായിരുന്നു. അതിനുശേഷം പിന്നെ തിരിച്ചു വന്ന് ചെന്നൈയിലുള്ളൊരു കോളേജിൽ SRM കോളേജിൽ പഠിച്ചതിന് ശേഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ കേരള പോലീസ് എന്ന ടീമിലേക്ക് ഉള്ള ട്രയൽസ് വന്നതും ഞാൻ അതിനിറങ്ങുന്നതും എനിക്ക് കിട്ടിയതൊക്കെ. പോലീസ് ടീമിൽ കയറിയതിന് ശേഷം സീനിയർ കളിച്ചു. അത് കഴിഞ്ഞിട്ട് നാഷണൽ ഗെയിംസിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു. ഒരു ഇഞ്ചുറിക്ക് ശേഷം വന്ന് കളിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടീമിൽ കയറി നാഷണൽ ഗെയിംസ് പോകാൻ പറ്റിയതിലും ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞങ്ങൾക്കത് വിന്നേഴ്സായിരുന്നു, ഞങ്ങൾ ഗോൾഡ് മെഡൽ വിന്നേഴ്സായിരുന്നു നാഷണൽ ഗെയിംസിന്. ഇതിനോടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എവിടെയും എത്തപ്പെടാതെ പോകത്തില്ല, അത് ഉറപ്പാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ഇടയ്ക്ക് സ്റ്റോപ്പായി പോയാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്.